ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ചില അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയാണ് വരിക. അങ്ങനെയാണ് ഒരു കൃഷ്ണാനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതൊരു മനസ്സിൻ്റെ തോന്നലുകൾ ആയിരിക്കാം. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അത് കണ്ണനാണ് എന്ന് വിചാരിക്കാൻ. ഒരു ദിവസം ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം ഒരു സഹോദരി അയച്ചു തന്നാണേ. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു. അവരെന്നെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആ ടൈമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ കരഞ്ഞതും. ആ സമയത്തുള്ള വിഷമത്തിൽ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ദൈവമൊന്നുമില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ എന്നും പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ ഉണ്ട്, കയ്യിൽ വെണ്ണയും ഓടക്കുഴലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു കണ്ണൻ. ആ കണ്ണനെ പോലെ എൻ്റെ ചേച്ചിയുടെ മോൻ 2 വയസ്സുള്ള അവൻ എൻ്റെ കാലിൽ കയറി അതേപോലെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൃഷ്ണനാണ് എന്ന്. എന്നിട്ട് അപ്പോഴേ അവൻ കാലിൽ നിന്ന് ഇറങ്ങി ഓടി. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പിന്നെ അതിനുശേഷം കൃഷ്ണൻ എങ്ങനെയാ മോനെ നിൽക്കുക എന്ന് ചോദിച്ചാൽ അത് അവൻ അറിയില്ല. നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്. അതിനു മുന്നേ ഒരിക്കൽ പോലും അവൻ അങ്ങനെ നിന്നിട്ടുമില്ല. എൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാൻ ഒരു നിമിഷത്തിൽ ഭഗവാൻ ആ രീതിയിൽ എൻ്റെ മോനെ കൊണ്ട് എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ചെറിയ ലീലയാടി. സത്യമല്ലേ, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൻ്റെ ചില ഭാരങ്ങൾ അഴിച്ചു വയ്ക്കാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സംഭവിക്കും. ഹരേ കൃഷ്ണ ത്രിമധുരത്തിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഗ്രൂപ്പിൽ വരാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രീമിയം മെമ്പർഷിപ്പ് യൂട്യൂബിൽ വേണം. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുക. ഹരേ കൃഷ്ണ.